ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ സെയിൽസ് ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ അല്ല. ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായി ഞാൻ സെയിൽസ് നിർത്തുവാന്ന്. കുറച്ച് സാഹചര്യങ്ങൾ, ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സെയിൽസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സെയിൽ ചെയ്യാനും പറ്റില്ല, വെറുതെ ഇങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല എന്ന അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെ. അപ്പം അങ്ങനൊരു സാഹചര്യം വന്ന സമയത്താണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നെ. തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഈ സെയിലാവാതിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോള് പോലെ അവിടെ കൊണ്ടുപോയി ഒന്ന് വെച്ച് നോക്കിയാലോ എന്നിങ്ങനെ ഒരു ആലോചന വന്നത്. അപ്പം ഞാനിതിന് മുന്നേ ഇതേവരെ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും അതിൻ്റെ എന്താ പറയണേ ഭാവി, മീൻസ് എന്തൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ തന്നെ പോയി നിൽക്കാനും എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഇളയമ്മ വീട്ടിൽ കുറച്ച് എന്താ പറയുക നല്ലൊരു പച്ചമരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പം നല്ലൊരു പച്ചമരുന്ന് ഉണ്ടാക്കുന്നുണ്ട് വീട്ടിൽ. ഈ സ്കിന്നിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ചൊറിച്ചിൽ, ആനത്തയമ്പ, പിന്നെ പുഴുക്കടി, കുഴിനകം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം ആ സാധനം സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇളയമ്മ അവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനും ഇളയമ്മയും കൂടിയിട്ട് ചെറിയൊരു സ്റ്റോളെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക ചെറിയൊരു പലക ഇട്ടിട്ട്, പലക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേശ കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. മെയിനായിട്ടും റെഡിമെയ്ഡ് ക്ലിപ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ക്ലിപ്സ്, കുറച്ച് ടിക് ടാക്ക് ഉണ്ടായിരുന്നു. അതേപോലെ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചധികം ഹെയർ ബോസ്, പിന്നെ ബ്രേസ്ലെറ്റ്, സെൻറ്റർ ക്ലിപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ചെമ്പകത്തിൻ്റെ ഫ്ലവർ, അതേപോലെ ഈ ബൺ മെറ്റീരിയൽ, ഇത്രയും സാധനങ്ങളാട്ടോ മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ ബോക്സിനകത്ത്, ഇങ്ങനെ സാരി ഷർട്ട്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സില്ലേ, അങ്ങനത്തെ ബോക്സിനകത്താണ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വരാമല്ലോ. അപ്പോൾ ഞാൻ ഒത്തിരി സമയമൊന്നും പോയി നിന്നിട്ടില്ല. മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഇല്ലെങ്കിൽ 3 മണിക്കൂർ. കാരണം ചെറിയ മോളുള്ളതുകൊണ്ട് അവൾ ഇട്ടേച്ച് എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം മാക്സിമം ഒരു 3 മണിക്കൂർ എന്നുള്ള രീതിയിലാണ് ഞാനിത് സെയിൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ്. അപ്പോൾ അതിനകത്ത് തിരക്കുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. തിരക്കില്ലാത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 5-6 ദിവസമാണ് ഞാൻ പോയിട്ടുണ്ടായി, ഒരു 3 മണിക്കൂർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ കണ്ട സാധനങ്ങളെല്ലാം ആണ് ഞാൻ അവിടെ സെയിലാക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അവിടെ പോയി എങ്ങനെയാണ് സെറ്റാക്കി എന്താ സെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിലാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യം ചോദിച്ചവർ ആദ്യം അവിടെ വെച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായി അവരുടെ സ്ഥലത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല, അവരവിടെ വെക്കാൻ പറ്റില്ല, അവർക്ക് സെയിൽസ് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതേപോലെ ഒരു വഴിയരികിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 ദിവസത്തോളം വെച്ചിട്ടുണ്ടായിരുന്നെ. എനിക്ക് അത്യാവശ്യം സെയിൽ ചെയ്യാൻ പറ്റി കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ച സാധനങ്ങൾ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യാൻ വെച്ചിരുന്നെന്ന് ബാലൻസ് ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സാധനങ്ങളൊന്നും സെയിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഓൾമോസ്റ്റ് സെയിലായ സാധനങ്ങളൊക്കെ ഞാൻ വീണ്ടും ഹെയർ ബാൻഡൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ സെയിൽ ചെയ്തിട്ട് എനിക്ക് ഈ 5 ദിവസം കൊണ്ട് ഏകദേശം ഒരു 5000 രൂപേൻ്റെ അടുത്ത് സെയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിൽസ് കിട്ടാതെ ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ അത്യാവശ്യം സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. കുറച്ച് താമസം ഉണ്ടാകും, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.